നമസ്കാരം, അലിൻ ജോസ് പെരേരയാണ്. അപ്പോൾ ഞങ്ങൾ ആറാട്ടെണ്ണം കൂട്ടരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പവി കെയർടേക്കർ സിനിമ കണ്ടു. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിലേക്ക് സ്വാഗതം എല്ലാവരും. നമസ്കാരമുണ്ട്, അഭിലാഷാണ്. അപ്പോൾ പടത്തിന്റെ അഭിപ്രായം പറയാം. ജനപ്രിയ നായകൻ കിടുക്കി പൊളിച്ചടുക്കി അഭിനയിച്ചിട്ടുണ്ട്. ചിരിയുടെ മാലപ്പടക്കമാണ്. ദിലീപേട്ടൻ ആറാടി തിമിർത്തു കസറുകയാണ്. സീരിയസ് ഉണ്ട്, പക്ക ഫാമിലി ജോണറാണ്. അടിക്കേണ്ട സ്ഥലത്ത് കരണക്കുറ്റിക്കൂടെ തന്നെ നോക്കി അടിക്കണമെന്നാണ് മെസ്സേജ് ഉള്ള സിനിമയാണ്. ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ടല്ലോ, പിന്നെ എടുത്തു പറയാനുള്ള കാര്യം സെന്റിമെന്റ്സ് ഉണ്ട്. പിന്നെ ഒരു സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. കാരണം നല്ല എന്റെ കൂടെ നമ്മുടെ അലിയേട്ടന്റെ പെണ്ണ ആൻസിയിലെ ഡയറക്ടർ ബ്രൈറ്റ് ശരിക്കും ഫീൽ ചെയ്ത് കരഞ്ഞു അത് ആ രംഗം. കാരണം അലിയേട്ടന്റെ പെണ്ണ ആൻസി സെക്കൻഡില് അദ്ദേഹം ഒരു സെന്റിമെന്റ്സ് ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത് ഈ സിനിമയെ കുറിച്ച്. സിനിമ കണ്ടതിന് ശേഷം ഫുൾ കോമഡി ആയി, കോമഡി സെന്റിമെന്റ്സും ഉണ്ട്. പറയാനുള്ളത് അപ്പോ ഒരു കെയർ ടേക്കർ ആയിട്ട് ഗംഭീര പെർഫോമൻസ് ആണ്. പറഞ്ഞു കൊടുക്കല്ലേ കേട്ടോ, കാര്യം പറഞ്ഞു കൊടുക്കല്ലേ. കെയർ ടേക്കർ ആയിട്ട് ഗംഭീര പെർഫോമൻസ്. ഒരു ഫ്ലാറ്റിന്റെ കെയർ ടേക്കർ ആയിട്ട്, ഉദ്യോഗസ്ഥനായിട്ട്, ഫീൽ ഗുഡ്, കോമഡി, സീരിയസ്, മാസ് എല്ലാം ചേർത്ത എലമെന്റ്സ് ആണ്. അഭിപ്രായം എന്താണ്? നല്ലതാണ്. എന്തായാലും വ്യത്യസ്തതയുണ്ടോ? ജനപ്രിയ നായകന്റെ തിരിച്ചുവരവാണ് പറയുന്നത്. ദിലീപേട്ടന് എന്താണ് കോമഡി മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ കോമഡിയാണ് ഏറ്റവും ബെസ്റ്റോ, അങ്ങനെ പറഞ്ഞു. എല്ലാം പറ്റും. ലാലേട്ടനും മമ്മൂക്കും മാത്രം മാസം പറ്റുമെന്ന് പറയുന്നുണ്ട്. ദിലീപേട്ടന്റെ ആൾക്കാരെ വിചാരിക്കുന്നത് കോമഡി ക്യാരക്ടറായിട്ടാണ്. എല്ലാ ക്യാരക്ടറും ചെയ്യാൻ പറ്റും. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും പവി കെയർടേക്കർ. കാരണം അടിക്കേണ്ട സ്ഥാനത്ത് അടിക്കണം തന്നെ ചെയ്യണം. ഒരു ഫ്ലാറ്റിന്റെ കെയർടേക്കർ ആകുമ്പോൾ അവിടെ ബഹളം വെക്കാൻ വരുന്നവരോട് നല്ല രീതിയിൽ തന്നെ അടിച്ചിടിച്ച് ജനപ്രിയനാക്കിയത് കോമഡിയാണ്. ഇതിലൊരു കാര്യം എനിക്ക് ശരിക്കും സങ്കടം വന്ന സീൻ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു നായ്ക്കുട്ടി ദിലീപേട്ടന്റെ കൂടെ അഭിനയിക്കുന്നുണ്ട്. റിംഗ് മാസ്റ്ററിന് ശേഷം ഒരു നായ്ക്കുട്ടി അതെ ലാസ്റ്റ് ശരിക്കും ഒരു ഫീൽ ചെയ്താണ് പടം. ഇതിലൊരു BGM ഉണ്ട് എടുത്ത് പറയണ്ട. കാരണം അതിന് BGM എന്നല്ല പറഞ്ഞത്, മറ്റേ ഈ പഴയ കാലത്ത് അമ്മൂമ്മമാര് ഈ ഹൊറലിട്ടൊക്കെ ഇടിക്കൂലേ, എന്താ അരി പൊടിക്കാൻ ആ പാട്ടുണ്ട് അതിനകത്ത്. ദിലീപേട്ടൻ നൊസ്റ്റു അടിച്ചോ? ദിലീപേട്ടന്റെ ഒരു കോമഡി ഒക്കെ ഉണ്ട്. നൊസ്റ്റു പറക്കും തളിക, മീശ മാധവൻ, 2020, മായാമോഹിനി, സൗണ്ട്. എന്നാലും ഇവരെല്ലാം 2000 കഴിഞ്ഞ 5 പിള്ളേരാണ്. അപ്പൊ ഇവർക്ക് ദിലീപിന്റെ എല്ലാം അറിയാം. അണ്ണൻ 70-80 മോഡലൊക്കെയാണ്. പക്ഷെ എന്നാലും ഞാൻ ചിലരെല്ലാം കണ്ടിട്ടുണ്ട്, കോമഡി കണ്ടിട്ടുണ്ട്. ദിലീപിന്റെ കോമഡി ഉഗ്രനാണ്. ഞങ്ങളെ കൂടെ 60 ജനിച്ച 60 കാലഘട്ടത്തിൽ ജനിച്ച ആട്ടായത്തോട് 60 കാലഘട്ടമല്ലേ ഉള്ളാടാ, ഇനി അതും കൂടെ കേൾക്കാവുള്ളൂ. ഈ സിനിമ സാറിന് നമ്മുടെ CID മ്യൂസിക്ക് ശേഷം ഉള്ളൊരു മൂവി എന്ന് പറയാം. CID മ്യൂസിക് എന്നുള്ള സിനിമ കോമഡിയാണ്. നല്ല രീതിയിൽ ആസ്വദിച്ച് കണ്ടൊരു സിനിമയാണ്. മീശ മാധവൻ അതുപോലെ സിനിമകൾ.